അടിപൊളി പടം. സീൻ പടം. ലാസ്റ്റ് ആയപ്പോ കരച്ചിലൊക്കെ വന്നു. ഇങ്ങനെ ഭയങ്കര ഫുൾ പഴയ എല്ലാം വെച്ചു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. പ്ലീസ് എല്ലാരും കാണണം. ലാസ്റ്റ് സീൻ വരെ കാണണം. അപ്പൊ ഫുൾ 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 പോയി കിളി പോയി. ഫുൾ അടിപൊളി. അടിപൊളി. എനിക്കൊന്നും പറയാനില്ല. സ്പീച്ചിലെ സഹിച്ചാണ് വിളിക്കും. പ്ലീസ് ഒന്നും പറയാനില്ല. ലാലേട്ട സൂപ്പർ അടിപൊളി. പ്ലീസ് പ്ലീസ് കണ്ടിന്യൂ ചെയ്ത് തന്നെ. ഭയങ്കര അടിപൊളിയൊന്നും പറയാനില്ല. താങ്ക് യു. അടിപൊളി. ഇത് OG കോമ്പോ തിരിച്ചു വന്നു. യെസ്. അയ്യോ സൈക്കോ. അയ്യോ സൈക്കോ അടിപൊളി. സൈക്കോ. ഇത് മൂവ്മെന്റ്സ്, പുള്ളിയുടെ ചിരി, ലൈക് ഡയലോഗ് ഡെലിവറി കഴിഞ്ഞുള്ള ചിരിയും സോ ഗുഡ്. പുള്ളിക്കാരൻ അടിപൊളിയാണ്. എല്ലാ ക്യാരക്ടേഴ്സും ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. സന്തോഷമാണ്. ലാലേട്ടന്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് തിരിച്ചു ഭയങ്കര സന്തോഷം. നല്ല അടിപൊളി. തീർച്ചയായും നല്ല 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 പിക്ചർ. എന്താ പറയേണ്ടത് അറിയില്ല. നല്ലൊരു നമുക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. പക്ഷെ നല്ലൊരു അടിപൊളി പിക്ചർ. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല പിക്ചർ. അടിപൊളി മൂവിയായിരുന്നു. ബിക്കോസ് ഒട്ടും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര നല്ല. മാത്രമല്ല, ഈവൻ എനിക്കറിയത്തില്ല ആ ഇൻസ്പെക്ടർ ആരാണെന്ന്. പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ. അതെ അതെ. ആളുടെ പേരെന്നാന്ന് അറിയത്തില്ല. പക്ഷെ പണ്ടത്തെ ജനാർദ്ദനന്റെ ഒരു കട്ടൊക്കെ തോന്നി. എന്നപ്പോ എനിക്ക് ഇനിയും പോയി ഒന്ന് റിസർച്ച് ചെയ്യണം ആളുടെ മോൻ വല്ലോ ആണോന്ന്. ആണോ? ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല നല്ല രീതിയിലായിരുന്നു. ആ കുറച്ച് തമിഴ് ടച്ച് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നല്ല മൂവിയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എക്സലന്റിനേക്കാളും ഒക്കെ അപ്പുറത്തൊന്നും വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു നിമിഷം പോലും നമ്മൾ ഇങ്ങനെ ആയിരിക്കും സ്ക്രിപ്റ്റ് മാറുന്നെന്ന് ചിന്തിച്ചില്ല. കുറച്ച് ഡൗട്ട് അവിടെ ഇവിടെ ഒക്കെ തന്നു. നല്ല മൂവിയായിരുന്നു. ഒരു ടിപ്പിക്കൽ വില്ലൻ അല്ല അത്. നമുക്ക് അങ്ങനെ ഇങ്ങനെ കണ്ട് 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 ഒരു 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 ചെറിയൊരു പോസിറ്റീവ് മതി തിയേറ്റർ കത്താൻ. കുറെ നാളത്തിന് ശേഷമല്ലേ ഇതുപോലൊരു കിടിലം. താങ്ക്സ് തരുൺ മൂർത്തി. അത്രയല്ലോ. ഇമോഷണൽ ആണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ക്രിഞ്ചാ. അതെ അതെ അതെ. കിട്ടി കിട്ടി. അയ്യോ അടിപൊളിയായിരുന്നു. ശരിക്കും ഭയങ്കര ഒരു ഇമോഷണൽ, എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും നമ്മള് സെക്കൻഡ് ഹാഫ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു പോയി വളരെ ഹൈപ്പോടുകൂടി വന്നോണ്ടായിരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്റർവെൽ മുതൽ ഭയങ്കര പഞ്ചായിരുന്നു. ഞാൻ പൊതുവെ ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കും. ഇല്ല ഭയങ്കര. മോഹൻലാലിനെ പഠിപ്പിച്ച 2 ഹിറ്റ് ആയല്ലോ. സൂപ്പർ ആയിട്ടുണ്ട്. മോഹൻലാൽ ഷോ. മോഹൻലാൽ തുടരും. അതെ അതെ അതെ. കുറെ കാലായി. മോഹൻലാൽ തുടരും. അങ്ങനെയാണ്. അതാണ് പഞ്ച്. അതെ. അത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കൊള്ളാം. എല്ലാ ഇമോഷനും ഉണ്ട്. ശോഭനയുടെ ഒരു നോട്ടൊക്കെ ഉണ്ട്. കടക്കണ്ണോണ്ടുള്ള നോട്ടൊക്കെ മൊത്തം ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. കൊള്ളാം. വില്ലനാണ് ശരിക്കും. അങ്ങനെയൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പറയാൻ പാടില്ല. ഭയങ്കര. അതെ, മോഹൻലാൽ കട്ടക്ക് നിൽക്കും. നല്ല കൊണ്ടും കൊടുത്തുള്ളൊരു സംഭവമാണ്. നല്ല രസമാണ്. പുള്ളി കൊള്ളാം. പുള്ളിയൊക്കെ എവിടെയായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ കേട്ടിരുന്നു റിവ്യൂല്. പക്ഷെ നല്ല അസല്. കൊള്ളാം. പുള്ളിക്കിനി ഇവിടെ ചെയറുണ്ട് മലയാളം സിനിമയില്. അയാള് ഭയങ്കര രസം തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഷമ്മി തിലകന്റെ ഒക്കെ ചില ട്രേറ്റ്സ് ഉണ്ട്. എന്നാലും പുള്ളി യൂണീക്ക്. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. ഭയങ്കര ഇപ്പോഴാണ് സന്തോഷമായത്. നല്ലായിട്ട് കരഞ്ഞു. നമ്മുടെ ലാലേട്ടനെ തിരിച്ചിട്ട് എമ്പുരാൻ പ്രതീക്ഷത്തരായില്ല. അപ്പൊ ഇതില് ഭയങ്കര ഹാപ്പിയായി. ഇതുപോലെ അത് തരുൺ മൂർത്തിയുടെ കഴിവ് തന്നെയാണ്. ലാലേട്ടൻ ഇത്രയും തിരിച്ചു കൊണ്ടുവന്നതില് ഫുള്ള് കഴിവ് ലാലേട്ടന്റെ നടനെ പുറത്തെടുത്തതില് ഭയങ്കര ഇതായിപ്പോയി. ശോഭന അടിപൊളിയായിരുന്നു അതിനകത്ത്. ശോഭന നല്ല കിഡിലുമായിരുന്നു അതിനകത്ത്. മോഹൻലാൽ അടി എല്ലാരും പൊളിയായിരുന്നു. നല്ല വില്ലനും സൂപ്പർ. എല്ലാരും സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഫീൽ ഗുഡ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ അങ്ങോട്ട് മോഹൻലാൽ ഇളകുമായിരുന്നു. എന്റെ ദൈവമേ, സത്യമായിട്ട് ആ രീതി വൈബിലായിരുന്നു.
വിളൻ പുള്ളിയുടെ ഡെബ്യൂട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. അതങ്ങനെ ടിപ്പിക്കൽ വില്ലൻ അല്ല. അത് നമുക്ക് അങ്ങനെ ഇങ്ങനെ കണ്ട് 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 ഒരു 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 ചെറ്റ അത്രയും പറയാ. അത് പുള്ളിയുടെ കഴിവാണ്. അങ്ങനെ പ്രേക്ഷകനെ കൊണ്ട് പറയിപ്പിക്കുന്നത് പുള്ളിയുടെ അത്രയും നല്ല പെർഫോമൻസ് ക്യാരക്ടറാണ്. പുള്ളി ആക്ച്വലി നല്ല അടിപൊളി മനുഷ്യനാണ്. സന്തോഷമുണ്ട്. അതെ, മറ്റേ വോഡോഫോണിന്റെ ഒക്കെ അതെ ഡയറക്ടറാണ് പുള്ളി. കൊള്ളാം, ഭയങ്കര അടിപൊളിയായിരുന്നു. ആ റെഫറൻസസ് എല്ലാം ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയായിരുന്നു. അതിന് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അതെ അതെ പുള്ളി ആ സെൻസിൽ എടുക്കുന്നത് എല്ലാവർക്കും പുള്ളി എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. അതൊക്കെ ചെയ്യും. ആക്ഷൻ പൊളി, ഡയലോഗ് ഡെലിവറിക്ക് എന്റെ ദൈവമേ. പിന്നെ ജേക്സ്ബിയുടെ മ്യൂസിക് ഇടുമ്പോഴത്തേക്ക് എലവേറ്റ് ആവും എല്ലാം കൂടെ. ഫുള്ള് ഒരു രോമാഞ്ചം വന്ന് ചത്ത്. അവസാനത്തേക്ക് സീനുണ്ട് കാണുമ്പോ കേട്ടപ്പോ കരച്ചിലൂടെ പണ്ടത്തെ ലാലേട്ടൊക്കെ തിരിച്ചാണ് പോയി. കുറെ നാളായാലും ഇങ്ങനെ മൂക്ക് കിട്ടാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഇൻഡസ്ട്രിയൽ ഹിറ്റ് വന്ന് കാണും. അങ്ങനെ എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് എലമെന്റ്സും ഉണ്ട്. ബട്ട് അതുപോലെ തന്നെ എല്ലാവർക്കും സാറ്റിസ്ഫൈ ആവുന്ന ഒരു സിനിമ. മോഹൻലാലിനെ കുറെ നാളുകൾക്ക് ശേഷം പഴയ പോലെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു. എൻജോയ് ചെയ്തു. ഫുൾ കോംബോ നല്ലതായിരുന്നു. താങ്ക് യു. അതാണ്, അതെ അതെ പഴയ മോഹൻലാലിനെ കാണാൻ സാധിച്ചു. താങ്ക് യു. അടിപൊളി മൂവിയായിരുന്നു. ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച്. അത് അടിപൊളിയാണ്. മോഹൻലാലും അടിപൊളി, വേറെ ലെവലാ. സെക്കൻഡ് പാർട്ടൊക്കെ നല്ലതായിരുന്നു. ഫസ്റ്റ് പാർട്ട് കോമഡിയും സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടി സീനായിട്ട് പിന്നെ പൊളിച്ച് നല്ല സിനിമ.